89.6 FM Sargakshetra SK Junction. ഗുഡ് മോർണിംഗ്. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെ എത്തിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ചെറുപ്പം തൊട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു വരേണ്ട ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ് സൈക്ലിംഗ്. അതായത് ഇപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മസിൽ സ്ട്രെങ്തന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, പിന്നെ എന്താണ് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ കുറേയധികം, ഇതിപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ്. പക്ഷേ ഈ സൈക്ലിങ്ങിലൂടെ നമ്മുടെ സമൂഹത്തിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരുപാട് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. എന്തായാലും അങ്ങനെ ഒരു സൈക്കിൾ റാലി നടത്താനായിട്ട് നമ്മൾ പോവാണ്. നമ്മുടെ കോട്ടയത്ത് അങ്ങനെ ഒരു വലിയ ഇവന്റ് നടക്കാനായിട്ട് പോവാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നതിന് മുൻപ് അതിൻ്റെ ഒരു എക്സ്പേർട്സ് തന്നെ നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും നമുക്ക് ആദ്യം തന്നെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യാം. നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ചെറിയാൻ വർഗീസ് സർ. സർ നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ആൻഡ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന മറ്റൊരു എക്സ്പേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശോഭ എൻ. മാം, വെൽക്കം ടു ദ ഷോ. നമ്മൾ 3 പേരും ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ കോട്ടയം സൈക്ലിംഗ് ക്ലബും ചേർന്ന് നടത്തുന്ന ലഹരി മുക്ത കേരളം സന്ദേശ് റാലി എന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റാലിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് എത്തിക്കാനായിട്ടും നമ്മൾ ഇന്ന് ശ്രമിക്കും അല്ലെ? തീർച്ചയായിട്ടും. അപ്പോൾ കൃത്യമായിട്ടും എന്താണ് ഈ ഒരു ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. വളരെ നന്ദി അന്ന, ഞങ്ങളെ ഇങ്ങനെ ക്ഷണിച്ചതിനും ഈ ഒരു സന്ദേശം നമ്മുടെ ആളിൽ എത്തിക്കുന്നതിനും സർഗശ്രദ്ധ എടുക്കുന്നതിനും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. നമുക്കറിയാം, ഇന്ന് കേരളം നേരിടുന്ന വലിയൊരു വിപത്താണ് ലഹരി എന്നുള്ളത്. മദ്യം, മയക്കുമരുന്ന്, മറ്റു കാര്യങ്ങളിൽ പ്രത്യേകിച്ച് യുവതലമുറ വല്ലാതെ അതിൽ ആകൃഷ്ടരായി ഉണ്ടാകുന്ന വിപത്തുകളെ പറ്റി അടുത്ത കാലത്തായിട്ട് കേരളം മുഴുവൻ അമ്പരപ്പടിയാണ് കേൾക്കുന്നത്. ഇക്കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒരു ജാഗ്രത കൊടുക്കുവാനും യുവാക്കളെ ഒരു പ്രത്യേക രീതിയിൽ ഇതിൽ നിന്ന് മാറ്റുവാൻ സാധിക്കുന്ന ഒരു ആക്ടിവിറ്റി നിലയിലാണ് ഞങ്ങൾ ഈ സൈക്ലിങ്ങിലേക്ക് ആളുകളെ ആകർഷിക്കുവാനായും ഈ ലഹരി മുക്ത സൈക്ലിംഗ് പ്രോഗ്രാം ഈ ഞായറാഴ്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലാണ് ഇതിൻ്റെ കൂടെ ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത് അവർ കൂടി ചേർന്നാണ്. നമുക്കറിയാം, കേരളം ഒട്ടാകെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത സന്ദേശ റാലികൾ നടക്കുന്നുണ്ട്. മെയ് 19 തിങ്കളാഴ്ച കോട്ടയത്ത് അതിൻ്റെ വലിയൊരു റാലി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു വിളംബര സൈക്കിൾ റാലി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം സൈക്ലിംഗ് ക്ലബും ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും ചേർന്നാണ് ഈ റാലി പ്രത്യേകമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ മാം, നമ്മൾ ഈ ഒരു റാലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു, ഓരോ കുട്ടികളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കാണെങ്കിലും സൈക്ലിംഗ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഉന്മേഷം തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബിൽ ചേർന്നിട്ട് എത്ര വർഷങ്ങളായി? നന്ദി അന്ന, സർഗക്ഷേത്രയോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പാണ് സൈക്ലിംഗ് തുടങ്ങിയത്. ഹോസ്റ്റലിലായിരുന്നു കുറേ കാലമായിട്ട്. അതിന് എനിക്ക് ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ തോന്നിയത് ഒരു കൗമാരത്തിൻ്റെ കൗതുകമാണ് ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കിൾ വാങ്ങാൻ പറ്റിയത്, സൂക്ഷിക്കാൻ പറ്റിയ ഒരിടം കിട്ടിയപ്പോൾ ഞാൻ സൈക്ലിംഗ് തുടങ്ങിയത്. ആദ്യമൊക്കെ 10 കിലോമീറ്റർ, മാക്സിമം 10 കിലോമീറ്റർ വരെ എനിക്ക് പോകാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ കോട്ടയം സൈക്ലിംഗ് ക്ലബിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഞാനൊരു 75 കിലോമീറ്റർ വരെ പോകുന്നത്. അതാണ് അതുവരെ അതിനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണ് കൂടുതൽ ദൂരത്തേക്ക്, കൂടുതൽ ഇടങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഒരു കംഫർട്ട് സോണിന് അപ്പുറത്തേക്ക് ചവിട്ടാനുള്ള അത് മാത്രമല്ല, ഞങ്ങൾക്കിടയിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും ഭയങ്കര എൻകറേജിങ് ആണ്. അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നൈസ്. സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം സൈക്ലിംഗ് ക്ലബിൻ്റെ പ്രസിഡന്റ് ആണ് സാർ. അപ്പോൾ എത്ര നാളായി സാർ ഈ മേഖലയിൽ വന്നിട്ട്? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എൻ്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അറിയണോ ഈ കാര്യം. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ സൈക്ലിങ്ങിലേക്ക് വന്നത്. കൃത്യമായി പറഞ്ഞാൽ 2.5 വർഷമായുള്ളൂ സൈക്ലിങ്ങിൽ വന്നിട്ട്. അത് കോട്ടയം സൈക്ലിംഗ് ക്ലബിൽ ചേർന്നതിന് ശേഷമാണ് ഈ ദീർഘദൂര സൈക്ലിംഗ് നമുക്ക് സാധിക്കുമെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ സൈക്ലിംഗ് നമുക്ക് ഒരു പാഷനായി മാറി. അതിൽ കൂടി കിട്ടുന്ന ഹാപ്പിനെസ്, ഒപ്പം എന്നെ പറഞ്ഞ പോലെ ആരോഗ്യകരമായ സംരക്ഷണം, ഇവയെല്ലാം ചേർന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. ഇപ്പം എൻ്റെ ഒരു പ്രധാന ആഗ്രഹം തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഒരു മിഷൻ തന്നെ ധാരാളം സീനിയേഴ്സിനെ ഈ സൈക്ലിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, നൈസ്, വെരി ഗുഡ്. അപ്പോൾ ആ ഒരു ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെറിയാൻ സാറ് നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിൻ്റെ ഒരു മെയിൻ ലീഡറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ നമ്മോടൊപ്പം ശോഭ മാമും ഉണ്ട്. സോ ഇന്ന് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ഞായറാഴ്ച കണ്ടക്ട് ചെയ്യുന്ന ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ്. സോ ഒരു പാട്ട് കേൾക്കേണ്ടത് അത്യാവശ്യമാണല്ലേ? ഉറപ്പായിട്ടും. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഈ റാലിയെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ അറിയും. കേട്ടുകൊണ്ടേയിരിക്കും. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. കൂടെയുള്ളത് തന്നെയാണ് 89.6 FM Sargakshetra.
SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ കോട്ടയംകാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഞായറാഴ്ച, അതായത് മെയ് 18 കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലിയെ കൂടുതൽ അറിയാനായിട്ട് പോവാണ്. ആൻഡ് നമ്മോടൊപ്പം രണ്ട് ബ്യൂട്ടിഫുൾ റിസോഴ്സസ് പേഴ്സൺസ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ചെറിയാൻ വർഗീസ് സാറും അതുപോലെ തന്നെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാമും. നമ്മൾ കുറച്ച് മുൻപ് എന്താണ് നമ്മുടെ ഈ ഒരു റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ലഹരി മുക്ത സന്ദേശ റാലി എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് മയക്കുമരുന്നുകളുടെ ഉപയോഗവും അത് കഴിഞ്ഞിട്ട്, അതായത് ഉപയോഗത്തിന് ശേഷം നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും യുവാക്കളിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കാനാണ് നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു സമൂഹത്തിൽ അതിനെ തീർച്ചയായിട്ടും ഫുള്ളായിട്ടും തുടച്ചു നീക്കാനുള്ള ഒരു സൊല്യൂഷൻ തന്നെയല്ലേ ഈ റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഒരു വലിയ കാൽവയ്പ്പാണ്. കാരണം ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ലഹരിയുടെ വ്യാപനത്തിൻ്റെ പ്രശ്നങ്ങൾ ആളുകൾക്ക് വലിയ തോതിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു അവയർനെസ് ഓൾറെഡി ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു റാലി വഴി നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ റാലി ആളുകൾ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിലൂടെയാണ്. ഇത് ചെല്ലുന്ന വഴി സന്ദേശ യാത്ര വഴി ചെറുപ്പക്കാരിലേക്കൊന്ന് ആകർഷിക്കാൻ കഴിഞ്ഞാൽ, കുറേ ആളുകളെ ഇതിൻ്റെ വിപത്തിനെ പറ്റി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമായിരിക്കും. തന്നെയുമല്ല, ചെറുപ്പക്കാർക്ക് എൻഗേജ്ഡായ ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഇഷ്ടമുള്ളൊരു ഫീൽഡിലേക്ക് അവരെ മാറ്റിവിടാൻ കഴിഞ്ഞാൽ അവരുടെ ചിന്തകൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും കൂടുതൽ നിറം നൽകുവാനും അതുവഴി അവരുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും. സൈക്ലിങ്ങിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കുവാൻ ഈ റാലി കൊണ്ട് കഴിയുമെന്നും അത് ലഹരി ഒരു വിമുക്തമായ സമൂഹത്തിന് കാരണമാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. യെസ്, തീർച്ചയായിട്ടും കുറേ പേര് ഒന്നിച്ച് സൈക്കിളിൽ പോകുമ്പോൾ അത് ശരിക്കും ഒരു കൗതുകകരമായ കാഴ്ചയാണ്. എല്ലാവരും അത് നമ്മളെ നോക്കും വളരെ സന്തോഷത്തോടു കൂടി, ചിലർ വളരെ അത്ഭുതത്തോടു കൂടി ആയിരിക്കും നമ്മളെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പേര് പോകുന്നത്, ഒരേ ജേഴ്സിയിൽ അങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഭംഗി, അതൊരു അത്ഭുതത്തോടെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും എന്തിനെ എന്ന് നമുക്ക് പറയാനൊരു അവസരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സന്ദേശയാത്ര നടത്തുന്നത് എന്ന് നമുക്ക് പറയാനും കുറച്ച് പേരുടെയെങ്കിലും മനസ്സ് മാറാനുള്ള ലഹരി മുക്തമായ ഒരു കേരളത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ അങ്ങനെ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ സന്ദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നത് തന്നെ. എനിക്ക് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി നമ്മുടെ ചുറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഓരോ സൈക്ലിസ്റ്റിന്റെയും ഉള്ളിൽ ഉണ്ടാകുന്നത്. ഈ ഒരു റാലിയിലൂടെ ആ ഒരു പോസിറ്റിവിറ്റിയുടെ ലെവൽ കുറച്ചുകൂടി കൂട്ടാനായിട്ടും അവർ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. ആ ഒരു സന്ദേശം യുവാക്കളിലേക്കും എന്നല്ല എല്ലാവരിലേക്കും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് നമ്മുടെ സ്വന്തം കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റായ ചെറിയാൻ സാറും ഒപ്പം തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാമും ആണ്. ഒരു ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നുണ്ട്. ഓക്കെ, 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ജീവിതമാണ് ലഹരി എന്നുള്ള ഒരു കോട്ട് കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. സോ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കളർഫുൾ ആക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ലെവലിലേക്ക് എത്തിക്കാൻ കുറേയധികം പ്രോഗ്രാംസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ നടക്കാനായിട്ട് പോവാണ്. കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കോട്ടയം സൈക്ലിംഗ് ക്ലബും ചേർന്ന് നടത്തുന്ന ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചെറിയാൻ വർഗീസ് സാറും ഒപ്പം കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാമുമാണ്. നമ്മൾ വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ പാട്ടുകളൊക്കെ കേട്ട് നമ്മളൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ആയിട്ട് തിരിച്ചെത്തുമ്പോൾ നമുക്ക് അറിയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ മാത്രം പ്രോഗ്രാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിരുന്നു ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഹെൽത്ത് ഡേയോട് അനുബന്ധിച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ആരോഗ്യ സന്ദേശയാത്ര. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇത് ഒന്നോ രണ്ടോ മാത്രമല്ല കേട്ടോ, ഇതിലധികം ഉണ്ട്. നമ്മൾ ഏറ്റവും നോട്ടബിൾ ആയിട്ട് എടുത്ത് പറയുന്ന ഒരു 2 പ്രോഗ്രാംസ് ആണെന്ന് മാത്രം. സോ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ നിന്നും കോട്ടയം സൈക്ലിംഗ് ക്ലബിന് ലഭിക്കുന്ന ഫീഡ്ബാക്സ് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ തുടർന്നുള്ള യാത്രയിൽ? നല്ലൊരു ചോദ്യമാണ് അന്നാത്. ഞങ്ങൾ ഇതിനു മുമ്പ് നടത്തിയ ഈ ആരോഗ്യ സംരക്ഷണ യാത്ര, അതേപോലെ തന്നെ ക്യാൻസർ അവയർനെസ് വീക്കിനോടനുബന്ധിച്ച് നടത്തിയ സൈക്കിൾ റാലിയും, ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലും, നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പലരും നമ്മളിതിൽ എങ്ങനെയാണ് സമൂഹത്തെ നമ്മൾ സൈക്ലിംഗ് ഗ്രൂപ്പ്, നമ്മുടെ സൈക്ലിംഗ് ക്ലബ്ബ് എങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെറും ഒരു സൈക്ലിംഗ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് എന്തൊരു കോൺട്രിബ്യൂഷൻ
ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ എന്നത് കൃത്യമായി തന്നെ നമുക്കിപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് അവരുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമാവാനും മറ്റ് ഈ ഹെൽത്ത് ന്യൂട്രീഷൻ അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ നിന്ന് അത് അവരുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്ന അവരുടെ പ്രോഗ്രാമുകളോട് കൂടെ ചേർന്ന് അവരുടെ കൂടെ നമ്മളെ കൂടെ കൂട്ടാൻ അവരുടെ പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ ഇതേപോലെ സൈക്കിൾ റാലികളിലോ സന്ദേശ യാത്രകളിലോ നമ്മളുടെ കൂടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നത് നമുക്കതിൽ എന്തെങ്കിലും കൃത്യമായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബിന് കുറേയേറെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും എന്നൊരു സന്തോഷം കൂടെയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ സൈക്കിൾ എപ്പോഴും കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഒരു വാഹനം. അതൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിന് ഒരു വാല്യൂ ഇല്ല. കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള സ്പീഡ് നമുക്ക് ആവശ്യമാണ്, നമുക്ക് വേഗം എത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളിലേക്കാളും അധികം, അതായത് ഏറ്റവും ചെറിയ കുട്ടികൾ ഇപ്പോൾ വാഹനം ഓടിക്കാൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാഹനമാണ്. പക്ഷേ ആരോഗ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവരിലേക്കും, അതായത് അഡൾട്ട് ആയിട്ടുള്ള എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മാറ്റം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുൻപുള്ള സൈക്ലിസ്റ്റുകളുടെയും ഇപ്പോഴത്തെയും സൈക്ലിസ്റ്റുകളുടെയും നമ്പർ നോക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആരോഗ്യത്തിൻ്റെ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ കുറേയധികം ആളുകൾ ഒന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഒന്ന് മുന്നോട്ട് ഇറങ്ങണം. അതൊരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ, അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ ഐക്യമത്യം മഹാബലം എന്ന്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും അതൊരു ഗ്രൂപ്പായിട്ട് മാറുമ്പോൾ കുറേയധികം കാര്യങ്ങൾ, ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബിന് സാധിക്കട്ടെ. അത് നമ്മളിലൂടെ തന്നെ എല്ലാവരിലേക്കും അറിയാനായിട്ട് നമുക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് 10 വയസ്സ് മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ ഞങ്ങളുടെ സൈക്ലിങ്ങിലുണ്ട്. ഓക്കെ, അപ്പം വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകൾ, വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇതൊരു വലിയ കൂട്ടായ്മയാണ്. എന്നാൽ അതിനേക്കാൾ സന്തോഷകരമായി തോന്നിയ കാര്യം, ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പല യാത്രകളിലും പ്രത്യേകിച്ച് ക്യാൻസർ അവയർനെസ് റൈഡിനും ആരോഗ്യ സന്ദേശ യാത്രയിലൊക്കെ പങ്കെടുത്ത ചില ആളുകൾ പലരും ക്യാൻസർ സർവൈവേഴ്സ് ആയിരുന്നു. വലിയ ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ ഹൃദ്രോഗം വന്ന് സ്റ്റെൻറ്റ് ഇട്ട ആളുകൾ, ബൈപ്പാസ് ചെയ്ത ആളുകൾ, ഇവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അത് കൂടുതൽ ആവേശത്തോടെ ജീവിക്കുവാനും ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് സൈക്ലിംഗ് കൂടിയാണെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈക്ലിങ്ങിൻ്റെ ഒരു സന്തോഷം, ഇത് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാം. മറ്റ് പല കാര്യങ്ങളെ പോലെ നമുക്ക് കൂട്ടി വേണമെന്നില്ല, അല്ലാതെ ഒറ്റയ്ക്കും പോകാം. നമുക്ക് രാവിലെ ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകാം, സന്തോഷകരമായ ഒരു യാത്രയെ മാറുകയാണ്. അത് അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ഉന്മേഷം നൽകുന്നതാണ്. ഇത് ഞങ്ങളുടെ സൈക്ലിംഗ് ക്ലബ്ബിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബിലുള്ള ഓരോ അംഗവും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരു റിഫ്രഷിംഗ് ഫീൽ ശരിക്കും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ? അതിപ്പോൾ സൈക്ലിംഗ് നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? ഇപ്പോൾ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബിന്റെ ഉദ്ദേശശുദ്ധിയും ശരിക്കും അത് തന്നെയാണ്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എല്ലാവരും സൈക്ലിങ്ങിലേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ്. കാരണം നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള മേഖലയോ അങ്ങനെയൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങാം. അവരുടെ ലൈഫിനെ ഒരു ബ്യൂട്ടിഫുൾ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും സൈക്ലിങ്ങിലേക്ക് ഇറങ്ങും. ഞാനും ഒന്ന് സൈക്ലിങ്ങിലേക്ക് ഇറങ്ങണം. പക്ഷെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം അല്ലേ? കേട്ടോടെയായിരിക്കും SK ജംഗ്ഷൻ ആണ് കൂടെയുള്ള തന്നെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആരോഗ്യം തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ. അല്ലെങ്കിൽ കുറേയധികം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും നമ്മുടെ ലൈഫിൽ ആരോഗ്യത്തിനെ കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് പോവാണ്. ഈ ഞായറാഴ്ച, അതായത് മെയ് 18-ാം തീയതി ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലി നടത്താനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലിയുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേയധികം ഡൗട്ട്സുകൾ നമുക്ക് ഉണ്ടാവും എന്നെനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചെറിയാൻ വർഗീസ് സാറും ഒപ്പം തന്നെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാമുമാണ്. നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രോഗ്രാംസുകൾ ഒക്കെ ഷെയർ ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് ഇനി ഞായറാഴ്ചയിലെ പ്രോഗ്രാമിലേക്ക് ഒന്ന് വരാം അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു റൈഡിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞു. ലഹരി മുക്ത ക്യാമ്പയിൻ ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ഈ റാലി പോകുന്ന റൂട്ടുകൾ നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഏതൊക്കെ ഭാഗങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ റാലി പോകുന്നത്? തീർച്ചയായിട്ടും അന്ന പറഞ്ഞ് അവസാനിപ്പിച്ചൊരു വാചകം തന്നെയാണ് പ്രധാനപ്പെട്ട. മറ്റൊന്നുമല്ല, ആരോഗ്യമാണ് സമ്പത്ത്.
ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ ആരോഗ്യത്തിന് വേണ്ടി മുടക്കേണ്ടി വരും. യെസ്, അതുകൊണ്ട് തന്നെ- ഉൾട്ടയായി മാറും അതെ, അല്ലേ? അതെ, അതെ. അതുകൊണ്ട് തന്നെയാണ് ഈ സൈക്ലിങ്ങിലേക്ക് ആളുകളെ ഞങ്ങൾ ആകർഷിക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന ലഹരി മുക്ത സൈക്കിൾ റൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിങ്കളാഴ്ച നടക്കുന്ന ആ ഒരു വലിയൊരു സമ്മേളനത്തിൻ്റെ വിളംബര റാലിയായിട്ടാണ്. നമ്മൾ കോട്ടയത്ത് രാവിലെ കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ആരംഭിക്കുന്നത്. കോട്ടയം ജില്ലാ കളക്ടർ ശ്രീ ജോൺ സാമുവൽ IAS ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിക്കുന്ന സൈക്കിൾ റൈഡ് അവിടെ നിന്ന് കൈക്കോർ റോഡ് വഴി തിരുനക്കരയിലെത്തി അവിടെ നിന്ന് സംക്രാന്തി മെഡിക്കൽ കോളേജ് വഴി സർക്കാർ ക്ഷേത്രയുടെ ആസ്ഥാനമായ മാന്നാനത്ത് നിന്ന് അതിരമ്പഴ വഴി ഏറ്റുമാനൂർ എത്തുന്നു. ഏറ്റുമാനൂരിൽ നിന്ന് പേരൂർ, തിരുവഞ്ചൂർ 4 മണിക്കാറ്റ് വഴി മണർകാട് വഴി തിരിച്ച് കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിന് സമീപമുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി സമാപിക്കും. അവിടെ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ ഷാഹുൽ ഹമീദ് IPS മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, കോട്ടയം ജില്ലയിലെ സൈക്ലിംഗ് രംഗത്ത് മികവ് നേടിയ ധാരാളം കുട്ടികളുണ്ട്. ദേശീയതലത്തിലും സംസ്ഥാനത്തിലും അവരെ ആ ഒരു സമ്മേളനത്തിൽ വെച്ച് പ്രത്യേകമായി അവാർഡുകൾ കൊടുത്ത് കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ് ആദരിക്കുന്നുണ്ട്. നൈസ്, വെരി ഗുഡ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഈ സൈക്കിൾ റാലിയിലും ഈ സന്ദേശയാത്രയിലും നമ്മുടെ കേരള കായിക വകുപ്പ് പ്രത്യേകം താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പോർട്സ് മന്ത്രി ഇതിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പങ്കെടുക്കും. നമുക്ക് വിദ്യാർത്ഥികളെ, പുതിയ തലമുറയെ കൂടി ആദരിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. അതിന് കൂടുതൽ കുട്ടികളും കൂടുതൽ വലിയവരും നമ്മുടെ സൈക്ലിങ്ങിലേക്കും ഈ ഒരു സന്ദേശയാത്രയുടെ ഭാഗമാവട്ടെ എന്നും സൈക്കിളിലേക്ക് വരട്ടെ എന്നും പ്രതീക്ഷ നമുക്കുണ്ട്. ഈ സമാപന യോഗത്തിൽ കോട്ടയം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ബൈജു ഗുരുക്കൾക്ക് നമുക്ക് സന്നിഹിതനാവും. പിന്നെ നമ്മുടെ സ്പോർട്സ് മന്ത്രി അബ്ദുൾ റഹ്മാനും നമ്മോടൊപ്പം ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാവ്, നൈസ്. ഓക്കെ, സോ നമ്മുടെ കോട്ടയം കളക്ടറേറ്റിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഒരു സന്ദേശ റാലി അവസാനിക്കുന്നതും നമ്മുടെ നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വലിയ ഇവന്റിനെ നമ്മൾ കൂടുതലായിട്ട് ഇനിയും അറിയേണ്ട ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരു പാട്ട് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്ങിലേക്ക്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു സന്ദേശ റാലിയെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. മെയ് 18 ഞായറാഴ്ച നമ്മുടെ കോട്ടയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് ഒരു വലിയ സന്ദേശ റാലി നടത്തുകയാണ്. ലഹരി മുക്ത കേരളം എന്നുള്ളൊരു വലിയ സന്ദേശ റാലി. എന്തായാലും ഈ ഒരു റാലിയെ സംബന്ധിച്ചുള്ള കുറേയധികം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സുകളൊക്കെ തീർക്കാനായിട്ട് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ 2 പേരാണ് നമ്മളെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേർ. അതിലിപ്പോൾ ചെറിയാൻ സാറിനെ നമ്മൾ കൂടുതലായിട്ടും ഉയരെ പ്രോഗ്രാമിലൂടെ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. സാറ് വീണ്ടും നമ്മുടെ സർഗക്ഷേത്രയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സർ, വീണ്ടും സ്വാഗതം കേട്ടോ. നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാം, വീണ്ടും സ്വാഗതം. നന്ദി. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്ലിങ്ങിന്റെ റൂട്ടൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ആൻഡ് എവിടെയാണ് അവസാനിക്കുന്നത്? കൂടെ ജോയിൻ ചെയ്യുന്ന വിശിഷ്ട വ്യക്തികളുടെ അതിഥികളുടെ പേരുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ SK ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം ആളുകളും അവർക്ക് ഡൗട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇനി ഈ റാലിയിൽ പങ്കെടുക്കാനായിട്ട് പറ്റുമോ? കാരണം ഞായറാഴ്ചയാണ് പ്രോഗ്രാം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാവോ? തീർച്ചയായിട്ടും. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പല ആളുകൾ ഞങ്ങളെ വിളിച്ചു ചോദിക്കുന്നു ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇത് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം പങ്കെടുക്കാവുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വലിയ ദീർഘമായ യാത്രയല്ല. ഒരു സാധാരണ ബിഗിനിങ് ലെവലിലുള്ള ആളുകൾക്ക് പോലും ഈ റെയിൽ പങ്കെടുക്കാൻ കഴിയും. 10 വയസ്സുള്ള കുട്ടികൾ മുതൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞായറാഴ്ച രാവിലെ 6 മണിക്ക് കളക്ടറേറ്റ് വളപ്പിലെത്തിയാൽ മതി. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ സൈക്കിളുമായി വരിക. ഓർമ്മിക്കേണ്ടത് അവർ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഹെൽമെറ്റ് കൂടി അവർ ധരിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മൾ സൈക്ലിങ്ങിന് കോട്ടയം സൈക്ലിംഗ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹെൽമെറ്റ് ധരിക്കുക, സൈക്കിളുമായി വരിക, ബാക്കി എല്ലാ കാര്യങ്ങളും പോകുന്ന വഴിക്കുള്ളതായ ഹൈഡ്രേഷൻ പോയിന്റ്സ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്, ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അവരെ ആ റാലിയിൽ പങ്കെടുപ്പിച്ച് സുരക്ഷിതരായി തിരിച്ചെത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. വേണ്ടത് അവരുടെ ഒരു മനസ്സും പങ്കാളിത്തവും മാത്രമാണ്. ഓക്കെ, കൂടെ ഒരു ഹെൽമെറ്റും. അതെ. ഓക്കെ, ശോഭ മാം, നമ്മുടെ സന്ദേശ റാലി ഞായറാഴ്ചയാണ്, 18-ാം തീയതിയാണ്. ഈ ഒരു റാലിയിലേക്ക് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഒരു മനസ്സും അതുപോലെ ധൈര്യവും കൂടെ ഒരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പങ്കെടുക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പേര് നമ്മുടെ സൈക്കിൾ റാലിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും? എത്ര പേരുണ്ടായിരിക്കും? നന്ദി അന്ന. നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിൽ 100-ലധികം അംഗങ്ങളുണ്ട്.
അതിനോടൊപ്പം തന്നെ നമ്മുടെ പൊതുജന പങ്കാളിത്തവും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു റാലി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം 100-ലധികം ആൾക്കാരുമായി കോട്ടയം ടൗണിലൂടെ അങ്ങനെ പോകുന്ന ആ ഒരു ലഹരി മുക്ത കേരള സന്ദേശ റാലിക്ക് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ലൊരു പങ്കാളിത്തം തന്നെ നമ്മൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളും എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒരുപോലെ ഈ ഞായറാഴ്ച വേഗം ആവട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏജ് ഗ്രൂപ്പും ഒന്നും ഒരു തടസ്സങ്ങളല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും നമ്മുടെ റാലിയിൽ പങ്കെടുക്കാം. ഏത് പ്രായത്തിലും, അതിന് ചെറിയ പ്രായമോ വലിയ പ്രായമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ആഗ്രഹവും സൈക്കിളും ഹെൽമെറ്റും അതാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും എന്ന് മെൻഷൻ ചെയ്യുന്നു. ആൻഡ് നമ്മൾ ഈ ഒരു സന്തോഷത്തിൽ ഒരു അടിപൊളി പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. പാട്ടുകൾക്ക് ശേഷം കുറച്ച് മുൻപ് സേഫ്റ്റിയെ പറ്റി സംസാരിച്ചു. ആ സേഫ്റ്റിയുടെ ലെവൽ നമുക്ക് എത്രത്തോളം ആണെന്ന് കുറച്ച് കഴിഞ്ഞറിയാം കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ കോട്ടയംകാരെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇവന്റ് ആണ് ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലി. ആൻഡ് ഞായറാഴ്ചയാണ് ഈ ഒരു ഇവന്റ് അരങ്ങേറാനായിട്ട് പോകുന്നത്. കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും അതുപോലെ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മോടൊപ്പം ഇന്ന് എത്തിച്ചേർന്ന 2 ഗസ്റ്റുകളെ, ആ 2 എക്സ്പേർട്സിനെ നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം. കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ചെറിയാൻ വർഗീസ് സാറും ഒപ്പം തന്നെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാമും. നമ്മൾ കുറച്ചു മുൻപ് സന്ദേശ റാലിയുടെ റൂട്ട് സംസാരിച്ചു, അതുപോലെ തന്നെ ആർക്കൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റും എന്ന് സംസാരിച്ചു. സൈക്ലിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ സന്ദേശ റാലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിന് ഏജ് ഗ്രൂപ്പില്ല. നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ നല്ല അടിപൊളി ഒരു മനസ്സും ഒരു മൈൻഡും ഹെൽമെറ്റും മതി. പക്ഷേ ഒരു ചെറിയ ഡൗട്ട്, അതായത് ഇപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സന്ദേശ റാലിക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് കോൺടാക്ട് ചെയ്യാനൊരു നമ്പർ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ സാർ. അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും? 9447132132 9447132132. ഈ നമ്പറിൽ നിങ്ങൾക്ക് 24/7 ഏത് സമയത്തോടെങ്കിലും വിളിക്കാം. നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റാലി പങ്കെടുക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരുന്നത് സന്തോഷമേ ഉള്ളൂ. കൂടുതൽ പങ്കാളിത്തമാണ് ആഗ്രഹിക്കുന്നത്. ആളുകളിലേക്ക് സന്ദേശം എത്തിക്കണം. നമ്മുടെ നാടിനെ ഒരു ജീവസുറ്റ നാടാക്കി മാറ്റണം. നമ്മുടെ തലമുറയെ കൂടുതൽ പ്രചോദനമുള്ള തലമുറയാക്കി മാറ്റണം. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഓക്കെ സർ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുൻപ് റൈഡേഴ്സിന്റെ സേഫ്റ്റിയെ പറ്റി സംസാരിച്ചായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് നമ്മൾ റോഡിലേക്ക് നമ്മൾ നടക്കുകയാണെങ്കിൽ, ഒരു പെഡസ്ട്രിയൻ ആണെങ്കിലും വാഹനം ഓടിക്കുന്ന ആളാണെങ്കിലും ഡെഫിനറ്റ്ലി പാലിക്കേണ്ട കുറേയധികം മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു സൈക്ലിംഗ് റാലിയിൽ ഉറപ്പായിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ നമ്മുടെ റാലിയിലേക്ക് വരുന്ന ഒരാൾ എന്തൊക്കെ കരുതിയിരിക്കണം? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു സൈക്ലിംഗ് റേസ് അല്ല, റാലിയാണ്. വലിയ വേഗത കൂടി പോകുന്നൊരു യാത്രയല്ല. ഒരു മിനിമം സ്പീഡിൽ എല്ലാ ആളുകൾക്കും ഒരുമിച്ച് യാത്ര ചെയ്ത് സുരക്ഷിതമായി അതിൻ്റെ ഫൈനൽ പോയിന്റിൽ എത്തുക എന്നുള്ളതാണ്. നിർബന്ധമായി നമ്മൾ എല്ലാ സൈക്ലിസ്റ്റോടും പറഞ്ഞ കാര്യം, നിങ്ങളുടെ സൈക്ലിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹെൽമെറ്റ് ധരിച്ചിരിക്കുക, കാലിൽ ഷൂസ് ധരിക്കുക, ഒപ്പം കൈകളിലുള്ള ഗ്ലൗസ് ധരിക്കുക. ഇത് നിർബന്ധമായി വേണമെന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ സുരക്ഷയെ കരുതിയാണ്. ഒപ്പം ഒരു ബോട്ടിൽ വെക്കാനുള്ള ഹോൾഡറുണ്ട്, ഒരു ബോട്ടിൽ വെള്ളവും കരുതുക. ഈ യാത്രയിൽ ഇടയ്ക്കുള്ള ഹൈഡ്രേഷൻ പോയിന്റ്സിൽ ഇവർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മൾ ചെയ്യും. എന്തെങ്കിലും അസ്വസ്ഥ ആളുകൾക്കുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുപോകാനുള്ള വേറെ വാഹന സജ്ജീകരണങ്ങൾ നമുക്കുണ്ട്. എല്ലാ റൈഡേഴ്സിനെയും സുരക്ഷിതമായി യാത്രയിൽ പങ്കെടുപ്പിക്കുവാനും സുരക്ഷിതമായി ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാം, ഒരു റൈഡർ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് സാർ നമുക്ക് കൃത്യമായിട്ട് സൂചിപ്പിച്ചായിരുന്നു. ഇനി നമുക്ക് മറ്റ് എന്തൊക്കെ സേവനങ്ങളാണ് കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ് പ്രൊവൈഡ് ചെയ്യുന്നത്? നന്ദി അന്ന. നമ്മൾ ഹൈഡ്രേഷൻ പോയിന്റ്സ് നമ്മുടെ റൂട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം വെള്ളം, ഫ്രൂട്ട്സ് പോലെയുള്ള നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടീഷർട്ട്, പിന്നെ അഥവാ നമുക്ക് എന്തെങ്കിലും എമർജൻസി കണ്ടീഷനിൽ മെഡിക്കൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതിനുവേണ്ട സഹായ സഹകരണങ്ങളും നമ്മൾ ഇപ്പോൾ സജ്ജീകരിക്കുന്നുണ്ട്. ഇതാണ് കോട്ടയം സൈക്ലിംഗ് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ഈ റാലിക്കായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സജ്ജീകരണങ്ങൾ. ഒപ്പം നമ്മുടെ എല്ലാവർക്കും സ്പോർട്സ് കൗൺസിൽ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം യാത്രയോടൊപ്പം തന്നെ ആരോഗ്യവും സംരക്ഷിക്കണം. തീർച്ചയായിട്ടും ഗംഭീരമായൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ വീണ്ടും ഇത്തരം ചടങ്ങുകൾ പങ്കെടുക്കാനുള്ള ഒരു ഊർജ്ജമായി ഇത് മാറുകയും ചെയ്യും. യെസ്, അപ്പം എന്തായാലും ഇതൊക്കെ നമുക്ക് ഇനിയുള്ള യാത്രയിൽ ഒരുപാട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി നമുക്കൊരു പാട്ട് കേൾക്കേണ്ട സമയം ആയിട്ടുള്ളതുകൊണ്ട് തന്നെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തും. കീപ് ഓൺ ലിസണിംഗ് ടു SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലി നടക്കാനായിട്ട് പോവാണ് നമ്മുടെ കോട്ടയത്ത് ഈ ഞായറാഴ്ച, അതായത് മെയ് 18-ാം തീയതി നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും ചേർന്നിട്ടാണ് ഈ ഒരു സന്ദേശ റാലി നടത്തുന്നത്. സോ റാലിയെ പറ്റി കുറേയധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ആന്റണി, നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബിലേക്ക് വരുവാണെങ്കിൽ 2 മണിമുത്തുകളാണ് ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചെറിയാൻ വർഗീസ് സാർ, ഒപ്പം തന്നെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാം. കോട്ടയം സൈക്ലിംഗ് ക്ലബിന് ഒരിക്കലും മറക്കാനാവാത്ത ഇവന്റ്സ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചായിരുന്നു. ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം, അതുപോലെ തന്നെ ആരോഗ്യ സന്ദേശയാത്ര, അതുപോലെ തന്നെ ക്യാൻസറിനെ ബീറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ആളുകൾ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത കാര്യം, വലിയൊരു ഹൈറ്റ്സ് ക്രിയേറ്റ് ചെയ്ത കാര്യം, ഇതുപോലെ മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സോഷ്യൽ പ്രോഗ്രാമുകൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ നടത്തിയ സൈക്കിൾ റാലികൾ, മറ്റ് മീറ്റിങ്ങുകൾ, അങ്ങനെയുള്ളതിൽ നിന്ന് നമ്മളുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ട് എന്ന് പറയാം ഒരുപാട് ഒരു 25ഓളം പേർ കഴിഞ്ഞ ഒരു 10 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവർ പലരും തന്നെ ഡോക്ടേഴ്സ്, സാർ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്ത പ്രൊഫഷനുകളിലുള്ളവർ പലരും, കുട്ടികളടക്കം പലരും ഉണ്ട്. അപ്പം അവർ ചിലർ തന്നെ എന്തെങ്കിലും മെഡിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവർ സൈക്ലിങ്ങിനോ മറ്റെന്തെങ്കിലും ഫിറ്റ്നസ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ മടിച്ചിരുന്നവർ ഇപ്പോൾ കൂടുതൽ സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നു, അതിൽ നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നു, നമ്മളുടെ ഒപ്പം ഗ്രൂപ്പ് റൈഡുകളിൽ പങ്കെടുക്കുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവർ തന്നെ പല മീറ്റിങ്ങുകളിലും അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് തന്നെ ഒരു പ്രചോദനമാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ക്യാൻസർ അവയർനെസ് വീക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു എന്ന് തന്നെ, എങ്ങനത്തെ റാലികൾ ഇപ്പം ഞായറാഴ്ചത്തെ പ്രോഗ്രാമിലാണെങ്കിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു എന്ന് തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ കൂട്ടത്തിലുള്ളവരെ നമുക്ക് കൂടുതൽ സൈക്കിൾ ചവിട്ടുന്നവർ ബാക്കിയുള്ളവരെ പ്രചോദിപ്പിക്കാൻ അവർക്കൊരു സപ്പോർട്ട് എന്ന നിലയിൽ നമ്മൾ ഞായറാഴ്ചകളിൽ സൈക്കിൾ റൈഡുകൾ നടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ പാമ്പന വെള്ളച്ചാട്ടം, പല സ്ഥലങ്ങളിലേക്ക്, തണ്ണീർമുക്കം, അങ്ങനെ നമ്മുടെ കോട്ടയത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള തന്നെ ഒരു 100 കിലോമീറ്ററിനുള്ള ആലപ്പുഴ ബീച്ച് പോലെ അങ്ങനെ കുറച്ച് അത്യാവശ്യം ചവിട്ടാം, ഒരു സൺഡേ പോയി വരാവുന്ന ദൂരത്തിലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു പിക്നിക് മൂഡിൽ കൂടെയാണ്. നമുക്കിടയിലുള്ള ഒരു ഒത്തൊരുമ വർദ്ധിപ്പിക്കാനും അങ്ങനെ ബോണ്ടിങ് കൂട്ടുന്നുണ്ട്. അതിനേക്കാൾ അങ്ങനെയുള്ള പോകുന്നത് കാണുമ്പോൾ തന്നെ അതറിയുന്ന മറ്റു സൈക്ലിസ്റ്റുകൾ നമ്മളോട് കൂടെ ചേരുന്നത്, അതെല്ലാം വളരെ നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിൽ തന്നെ ഒരു നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ളത്. അതേപോലെ നമ്മൾ കോട്ടയം സൈക്ലിംഗ് ക്ലബ് കൂടുതൽ ചലഞ്ചസ് വെക്കുന്നുണ്ട്. അതായത് അവനവനോട് തന്നെ മത്സരിക്കുന്നത്. നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും ക്ലബിലുള്ള എല്ലാവരും എത്ര ദൂരം ചവിട്ടിയ അല്ലെങ്കിൽ എത്ര എലിവേഷൻ കിട്ടി അങ്ങനെ ഒരു ലിസ്റ്റ് ഇടും. അപ്പോൾ അത് കാണുന്നതിന് ബാക്കി ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് എന്താ, ഒരു ലെവൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവനവനോട് തന്നെ മത്സരിക്കാം, മറ്റുള്ളവരുടെ എന്നതിനേക്കാൾ അതിന് തന്നെ മറ്റുള്ളവരുടെ സപ്പോർട്ടും കൂടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചാലഞ്ചസ് വയ്ക്കുമ്പോൾ ഇത്ര ഇന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇത്ര ദൂരം ചവിട്ടുക അല്ലെങ്കിൽ ഇത്ര എലിവേഷൻ എടുക്കുക എന്നുള്ള പറയുന്നത് നമുക്ക് തന്നെ ഒരു ലെവലിൽ കൂടെ ബെറ്റർ മീ എന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. വെരി ഗുഡ്. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യം കൂടിയാണ് ഈ ചാലഞ്ച് കേട്ടോ. സ്വന്തമായിട്ട് നമ്മുടെ ടാർഗറ്റ് തന്നെ ബ്രേക്ക് ചെയ്ത് പുതിയ റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെ? അത് ഹെൽത്തിന്റെ കാര്യത്തിലാവുമ്പോൾ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി സാധിക്കും. അപ്പൊ എന്തായാലും കോട്ടയം സൈക്ലിംഗ് ക്ലബ് നമ്മോടൊപ്പം കൂടെ തന്നെയുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ലെവല് ഇതുപോലെ തന്നെ കൂട്ടാനായിട്ട്. So keep on listening to SK Junction on Sargakshetra 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction on Sargakshetra 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിഞ്ഞത്. ആൻഡ് നമ്മോടൊപ്പം സൈക്കിൾ റാലിയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരുന്നത് കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചെറിയാൻ വർഗീസ് സാറാണ്. ഒപ്പം നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശോഭ മാമും. നമ്മൾ കുറേ സംസാരിച്ച് ഇങ്ങോട്ട് വന്നല്ലേ, ഒരു ചെറിയ സൈക്ലിംഗ് റാലി കഴിഞ്ഞ ഒരു എഫക്ട്. യെസ്. അപ്പൊ എന്തായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്യൂച്ചറിലും നമ്മുടെ കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഇവന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാമോ സാർ? തീർച്ചയായിട്ടും. ഫ്യൂച്ചറിൽ മാത്രമല്ല, ഞങ്ങൾ കുട്ടികളെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി 5 പെൺകുട്ടികൾക്ക് കോട്ടയത്ത് തന്നെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. നമുക്കറിയാം, കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള കുട്ടികൾ സൈക്കിൾ വരുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പല സ്കൂളുകളിലെ സാധാരണ കുട്ടികൾക്ക് സൈക്കിൾ 5 കുട്ടികൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. മറ്റൊന്ന്, ആളുകൾക്ക് സൈക്ലിങ്ങിലേക്ക് അതിൻ്റെ ഒരു പ്രചോദനം കിട്ടുവാൻ വേണ്ടി കേരളീയരായ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെ നമ്മൾ വിളിച്ച് ആദരിക്കുക മാത്രമല്ല അവരുടെ ടോക്കുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പെഡൽ ടോക്ക് എന്ന പേരിൽ കേപ്പ് നോർത്ത് 4000 എന്ന പേരിലുള്ള 8 യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സൈക്കിൾ സഞ്ചരിച്ച ഫെലിക്സ്
ആൻഡ് ജേക്കബ് രണ്ടുപേരെയും വിളിച്ച് ആദരിക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തു. മറ്റൊരു പ്രശസ്തയായ ഒരു സൈക്ലിസ്റ്റ് ലൊറേൻ ഡിക്കോസ്റ്റ, അവർ മലയാളിയാണ്. നന്നായി സൈക്ലിംഗ് ചെയ്യുന്നവരാണ്, വ്യത്യസ്തമായി സൈക്കിൾ ചെയ്യുന്നവരാണ്, വിദേശ രാജ്യങ്ങളിൽ സൈക്കിൾ ചെയ്യുന്നവരാണ്. കഴിഞ്ഞ മാസം അവരെ വിളിച്ച് ലൊറേൻ ഡിക്കോസ്റ്റയുടെ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ഇവയെല്ലാം വ്യത്യസ്തമായി നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്. നേരത്തെ ഓർമ്മിച്ച പോലെ നമ്മുടെ മുൻപുള്ള ബൗണ്ടറികൾ ഒരിക്കൽ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിതം കൂടുതൽ സന്തോഷകരമാണ്, സ്വാതന്ത്ര്യമാണ്, സുന്ദരമാണ്. ആ സുന്ദരമായ സ്വാതന്ത്ര്യത്തിലേക്കാണ് എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നത്. സൈക്ലിംഗ് ഒരു അനുഭവമാണ്, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ജീവിതത്തിൽ മറക്കാനാവാത്ത നമ്മുടെ ഒരു സന്തോഷകരമായ മുഹൂർത്തങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സൈക്ലിംഗ് സംബന്ധമായ ഏതൊരു താല്പര്യമുള്ള വ്യക്തികൾക്കും ഞങ്ങളോടൊപ്പം ചേരാം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജീവിതത്തിൽ ലഹരിയൊക്കെ മാറ്റിവെച്ച് ഈ സൈക്ലിംഗ് ലഹരിയാക്കി മാറ്റിയാൽ ജീവിതം ലഹരിയായി മാറും. അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സർഗക്ഷേത്രയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. അന്നയുടെ ചോദ്യങ്ങൾക്ക് പ്രത്യേകമായ നന്ദി. വീണ്ടും ഈ ഞായറാഴ്ച സൈക്ലിങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, കോട്ടയം സൈക്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയാനും അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ സന്ദേശ റാലിയെക്കുറിച്ച് പറയാൻ ഒരു അവസരം തന്നതിന് സർഗക്ഷേത്രയ്ക്ക് പ്രത്യേകം നന്ദി. അന്നയ്ക്കും എന്തായാലും നമ്മുടെ ഈ ഒരു ടോക്ക് ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു അനുഭവത്തോടു കൂടി നമ്മുടെ ജീവിതം ആരോഗ്യകരമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ലഹരി മുക്ത കേരള സന്ദേശ സൈക്കിൾ റാലിയിലേക്ക് നമുക്ക് എല്ലാവരെയും ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്യാം. കൂടെ മെയ് 18 ഞായറാഴ്ചയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ഗംഭീര പാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ടോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരുടെയും സമയത്തിനും ഒരുപാട് താങ്ക്സ്. സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.